ഉണ്ടാകണമെന്നാണ് എനിക്ക് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു കാലഘട്ടത്തിൽ നാം അറിഞ്ഞും അറിയാതെയും ഈമാനിന്റെ ഭാഗമായും ഈമാനികമായ കർമ്മങ്ങളുടെ ഭാഗമായും നമ്മുടെ നാട്ടിൽ നടന്നുവരുന്ന നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നിരുന്ന ആ ആചാരങ്ങളുടെയും നടപ്പുകളുടെയും ഒക്കെ ഭാഗമായി നാം അറിഞ്ഞും അറിയാതെയും ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് വർദ്ധിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിൽ അത്തരം പ്രവർത്തനങ്ങളൊക്കെയും നടക്കുന്നെങ്കിലും അതൊക്കെയും ഒരു ആചാരങ്ങളായി ചടങ്ങുകളായി അത് മാറിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. കേവലം ഒരു ആചാരങ്ങളും ചടങ്ങുകളുമല്ല ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാനും അറിയാനുമുള്ള പ്രവർത്തനങ്ങളാണ്. ഹൃദയം അറിഞ്ഞാണ് ആദ്യമായി നാം ഇതൊക്കെയും ചെയ്യേണ്ടത്. ഹൃദയം അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോന്നിന്റെയും തനതായ ഫലം നമുക്ക് ലഭിക്കുന്നത്. ഹൃദയമറിയാതെ ഹൃദയം ഉൾക്കൊള്ളാതെ കേവലം ചടങ്ങുകളായി നാം അത് ഓരോ കർമ്മങ്ങളും നടത്തിയാൽ ആ കർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന യഥാർത്ഥമായ ഫലം ഉണ്ടാവുകയില്ല, കിട്ടുകയില്ല എന്ന് നാം ഒക്കെയും മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ എല്ലാ നിലക്കുള്ള ഉന്നതിയും ഉയർച്ചയും വിജയവും അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മാത്രമാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് പ്രത്യേകമായി ലഭിക്കേണ്ട അനുഗ്രഹങ്ങളും അവിടുത്തെ പ്രത്യേകമായ അനുഗ്രഹാശിസുകൾ അത് നമുക്ക് വരണമെങ്കിൽ, കരകതമാകണമെങ്കിൽ അതിനുള്ള വസീലത്തുൽ ഉളമ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കണം. ആ വസീലത്തുൽ ഉളമയായി അല്ലാഹു നിശ്ചയിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധവും അടുപ്പവും അത് നാം കുറച്ചു വരുമ്പോഴാണ്, കുറഞ്ഞു പോകുമ്പോഴാണ് എല്ലാ നിലക്കുള്ള തകർച്ചയും എല്ലാ നിലക്കുള്ള ഭൗതികമായും പാരസ്ഥിതികമായുള്ള എല്ലാ നിലക്കും നാശവും തകർച്ചയും ഉണ്ടാകുന്നത് എന്ന് കൂടി നാം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് SSFന്റെ പ്രവർത്തകരോട് ഞാൻ പറയുന്നത്, നാം നടത്തുന്ന ഏതൊരു പരിപാടികളും അത് കേവലം സംഘടനാപരമായ പരിപാടികളായി അടപ്പതിച്ചു പോകാതെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടക്കുന്ന കുറെ കർമ്മങ്ങൾ എന്നതിലുപരി നാം എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് നമുക്ക് ലഭിക്കാനുള്ളത്, നാം എന്ത് ചെയ്യുന്നു, എന്ത് ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നു, ഈ ആവശ്യത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതിലൂടെ എന്തെല്ലാം നേട്ടങ്ങളാണ് ചെയ്തു തീർക്കാനുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ നാം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമായി, ആ മഹബ്ബത്തിന്റെ ഭാഗമായി നാം ഇവിടെ ആദർശ സമ്മേളനം നടത്തുന്ന നമ്മുടെ കർമ്മമാണ്. ആദർശ സമ്മേളനം നടത്തുന്നത് എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള SSFന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച പരിപാടിയാണ്. ഈ നിലക്കുള്ള ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് മഹബ്ബത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം നമുക്കുണ്ടാകണം. ആ മഹബ്ബത്ത് വർദ്ധിക്കുമ്പോഴാണ് എന്തൊക്കെയാണ് നമുക്ക് നേട്ടമുണ്ടാകുന്നത്. ഒന്ന്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തനതായ ഈമാനിനേക്കാൾ വലുതായി മറ്റൊന്നിവിടെയില്ല. പാരത്രിക ലോകത്ത് നമുക്ക് വിജയിക്കണമെങ്കിലും ഈ ലോകത്ത് വിജയിക്കണമെങ്കിൽ എല്ലാറ്റിന്റെയും അടിസ്ഥാനം ഈമാനാണല്ലോ. ആ ഈമാന് നമുക്ക് പൂർണ്ണമാകണമെങ്കിൽ, ആ തനതായ ഈമാൻ നമ്മുടെ കൽബിൽ ഉണ്ടാകണമെങ്കിൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ എല്ലാവരും ഉണ്ടാകില്ല. അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കുക, ഈമാനിനെ വർദ്ധിപ്പിക്കുക, അത് നമുക്ക് കിട്ടുന്ന വലിയ ഫലമാണ്, നേട്ടമാണ്. ഞാനിതൊന്നും വിശദീകരിക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് കാണാം. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ
വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ് വഅൻ യക്റഹ അൻ യഊദ ഇലൽ കുഫ്രി കമാ യക്റഹു അൻ യുഖദഫ ഫിന്നാർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, 3 സ്വഭാവങ്ങൾ, 3 കാര്യങ്ങൾ ഒരു മനുഷ്യനുണ്ടാകുമ്പോഴാണ് യഥാർത്ഥമായ ഈമാൻ, മനസ്സിനോടിണങ്ങിയ ഈമാൻ, മനസ്സ് സ്വീകരിക്കുന്ന ഈമാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. 3 കാര്യങ്ങളില്ലെങ്കിലോ ഈമാൻ ഒരുപക്ഷെ ഉണ്ടായെന്നിരിക്കും, പക്ഷേ ആ ഉള്ള ഈമാൻ മനസ്സിനോടണങ്ങിക്കൊള്ളണമെന്നില്ല, മനസ്സ് പൊരുത്തപ്പെട്ടുകൊള്ളണമെന്നില്ല. മനസ്സ് പൊരുത്തപ്പെട്ടൊരു കാര്യം സ്വീകരിക്കുകയും മനസ്സ് പൊരുത്തപ്പെടാതെ നിർബന്ധത്തിന് വഴങ്ങി നിർബന്ധ സാഹചര്യത്തിൽ ഒരു കാര്യം ഉൾക്കൊള്ളുകയും ചെയ്തത് തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ടും പൊരുത്തപ്പെട്ടുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടും ചെയ്യുന്ന ഒരു കർമ്മം, അത് പ്രവർത്തിക്കാൻ വലിയ ആവേശമുണ്ടാകും. അതിനോട് വലിയ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒത്തിണങ്ങുമ്പോൾ നമുക്ക് വലിയ ആവേശമായിരിക്കും. ഈ നിലക്ക് മനസ്സറിഞ്ഞുകൊണ്ടുള്ള തനതായ ഈമാൻ ഉണ്ടാകണമെങ്കിൽ 3 കാര്യമാണ് ഉണ്ടാകേണ്ടത്. ഏതാ 3 കാര്യം? അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു പറഞ്ഞു, അയ്യകൂറല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവിനോട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമല്ലാത്ത സർവ്വതിനേക്കാൾ ഏറ്റവും മഹബ്ബത്ത് കൽബിലുണ്ടാവുക, സ്നേഹം കൽബിലുണ്ടാവുക. അപ്പം മഹബ്ബത്തിലൂടെയാണ് മനസ്സിനോടണങ്ങിയ ഈമാൻ തിരിച്ചു വരുന്നത് എന്ന് വളരെ വ്യക്തമായി പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെയുണ്ടാകുക? മഹബ്ബത്തില്ലാത്ത ഈമാനായിപ്പോയാൽ ആ ഈമാന് മനസ്സിനോടണങ്ങുകയില്ല, മനസ്സ് പൊരുത്തപ്പെടുന്ന ഈമാനല്ല. അതിങ്ങനെ എല്ലാവരും പറഞ്ഞു, ഞാനും പറഞ്ഞു. അതല്ലെങ്കിൽ ഒരു നിർബന്ധ സാഹചര്യത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് എന്താക്കുക, ഒത്തു നീങ്ങുന്ന ഒരു സ്വഭാവം. അതാ തനതായ ഈമാൻ, കറകളഞ്ഞ ഈമാൻ, നിഷ്കളങ്കമായ ഈമാൻ, ഒരു കളങ്കവുമില്ലാത്ത ഈമാൻ, മനസ്സും ശരീരവും ഉൾക്കൊള്ളുന്ന ഈമാൻ. ആ ഈമാൻ നമ്മുടെ ഖൽബിലേക്ക് വരണമെങ്കിൽ, ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാതെ കിട്ടൂല. അത് ഞാൻ വിശദീകരിക്കത്തില്ല. പക്ഷേ കേവലം ഈമാൻ മാത്രമല്ല, കേവലം ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യമാണ്. അതില്ലാതെ കേവലം ഈമാൻ ഉണ്ടാകില്ല. അതിനു പുറമെ ആ ഈമാനിന്റെ കമാല്, ഈമാനിന്റെ പൂർത്തീകരണം അതും ലഭിക്കണമെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിലൂടെ മാത്രമേ ലഭിക്കൂ. തൊട്ടടുത്ത് വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. പിന്നെയോ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച് ജീവിക്കുന്നവരാണ് എന്ന ഒരൊറ്റ കാരണത്താൽ ആ നിരക്ക് ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ മുഅ്മിനീങ്ങളോട് ഖൽബിൽ മഹബ്ബത്തുണ്ടാവുക. 3 കാര്യത്തിൽ, ഒന്ന് അല്ലാഹുവിനോട് മഹബ്ബത്തുണ്ടാവുക, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തുണ്ടാവുക. എന്നാൽ അല്ലാഹുവിനോടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മാത്രമല്ല, അല്ലാഹുവിനെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിച്ച് ജീവിക്കുന്ന സർവ്വ സ്വാലിഹീങ്ങൾ, ആ സ്വാലിഹീങ്ങളോടും ഖൽബിൽ മഹബ്ബത്തുണ്ടായേ പറ്റൂ, സ്നേഹമുണ്ടായേ പറ്റൂ, സ്നേഹമുണ്ടാക്കിയേ പറ്റൂ. ആ നിലക്ക് സ്നേഹമുണ്ടാകുമ്പോഴാണ് ഖൽബ് അറിഞ്ഞ ഈമാൻ, മനസ്സിൽ തട്ടിയ ഈമാൻ, ആ ഈമാൻ നമ്മുടെ ഖൽബിലേക്ക് വരുന്നത്. എന്റെ യുവാക്കളെ,
ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി നേരത്തെ ഓർമ്മപ്പെടുത്തിയത്. കേവലം ആചാരങ്ങളല്ല ഇത്, അല്ലെങ്കിൽ കുറെ കർമ്മങ്ങളും പ്രവർത്തനങ്ങളുമല്ല. ഇതൊക്കെയും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട, നമ്മുടെ മനസ്സിൽ നാം ഉണ്ടാക്കി തീർക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കി തീർക്കേണ്ട ഒരു കാര്യങ്ങളാണ്. കൽബിനുള്ളിലുണ്ടായ ബാക്കി പുറത്തേക്ക് വരാൻ തുടങ്ങും. കൽബിനുള്ളിൽ അങ്ങോട്ട് കടന്നാൽ എന്താണോ കൽബിലുള്ളത്, ആ കൽബിലുള്ളതിന്റെ സ്വഭാവങ്ങൾ പുറത്തേക്ക് കാണും. അത് സ്വഭാവമാണ്, സ്വാഭാവികമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു യഥാർത്ഥമായ മഹബ്ബത്ത്, തനതായ മഹബ്ബത്ത് അല്ലാഹുവിനോട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അല്ലാഹുവിനെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിച്ച മഹബ്ബത്ത് വെച്ച മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങളോട് യഥാർത്ഥമായ മഹബ്ബത്ത് കൽബിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ സ്നേഹം കൽബിലേക്ക് അങ്ങ് കടന്നു കഴിഞ്ഞാൽ, ആ സ്നേഹം കൽബിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലാതെ സ്വാഭാവികമായും അത് പുറത്തേക്ക് നിറഞ്ഞു ഒഴുകുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു പൊരുത്തപ്പെടാത്ത, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെയും നരകത്തിലേക്ക് വഴിയൊരുങ്ങുന്നതാണ്. അള്ളാഹു റസൂലും പൊരുത്തപ്പെടാത്തൊരു കാര്യം അത് നരകത്തിലേക്കാണ് മനുഷ്യനെ ചെന്നെത്തിക്കുന്നത്. ആ വിധം നരകത്തിലേക്ക് മനുഷ്യരെ വഴിതെളിയിക്കുന്ന, കുഫ്രിയത്തുമായി മനുഷ്യരെ ചെന്നെത്തിക്കുന്ന, കുഫ്രിയത്തിലേക്ക് എത്തിക്കുകയും അടുപ്പിക്കുകയും ചെയ്യുന്ന ഏതെല്ലാം വിഷയങ്ങളാണ്, ആ വിഷയങ്ങളോടൊക്കെയും ഖൽബിൽ ഏറെ വെറുപ്പുണ്ടാവുക, അങ്ങേയറ്റത്തെ വെറുപ്പ്. അതിനേക്കാൾ ആ വെറുപ്പ് പറഞ്ഞവസാനിപ്പിക്കാൻ സാധ്യമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം വെറുപ്പുണ്ടാകുമെന്ന് വിശദീകരിച്ച് പറഞ്ഞു, കമാ യുക്റഹു അൻ യുഖദഫ ഫിന്നാർ, കത്തിജ്വലിക്കുന്ന തീയ്, ആളിക്കത്തുന്ന തീയ്, ആ തീയിലേക്ക് കയ്യും കാലും പിടിച്ചു കെട്ടി ജീവനോടെ പിടിച്ച് വലിച്ചെറിയുന്നു എന്ന് വന്നാൽ ആരാണത് ഇഷ്ടപ്പെടുക? ആരാണ് മനസ്സിൽ, ആരാണ് ഇതിന് തയ്യാറാവുക? ബുദ്ധിയും വിവേകമുള്ള ഒരൊറ്റ മനുഷ്യനും അതിന് തയ്യാറാവില്ലല്ലോ. ഇതിനേക്കാൾ ഏറെ അല്ലാഹു പൊരുത്തപ്പെടാത്ത, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടാത്ത, മനുഷ്യരെ കുഫ്രിയത്തുമായി ബന്ധപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങളാണ്, ഏതെല്ലാം സ്വഭാവങ്ങളാണ്, ആ കാര്യങ്ങളോടൊക്കെയും അവന്റെ മനസ്സിൽ വെറുപ്പുണ്ടാകുന്നു. ഇത് ഹൃദയത്തിലേക്ക് മഹബ്ബത്ത് കടക്കുമ്പോഴുണ്ടാകുന്ന സ്വഭാവമാ, കൽബിലേക്ക് മഹബ്ബത്ത് കടന്നാൽ ഉണ്ടാകുന്ന ലക്ഷണമാണ് സ്വഭാവമാ. അതാണ് മഹബ്ബത്തിന്റെ ഫലം. യഥാർത്ഥമായ മഹബ്ബത്ത് കൽബിലേക്ക് കടന്നാൽ ആ മഹബ്ബത്ത് കൊണ്ട് നമുക്ക് കിട്ടാവുന്ന വലിയ നേട്ടമാ. ഇതാണല്ലോ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ പരമമായ ലക്ഷ്യം. അല്ലാഹു തആല പറഞ്ഞതുപോലെ ജീവിക്കുന്നവനാവുക, അല്ലാഹു ഒഴിയാൻ പറഞ്ഞതിൽ നിന്നൊക്കെയും ഒഴിഞ്ഞു ജീവിക്കുന്നവനാവുക, തെറ്റുകളും കുറ്റങ്ങളും ഒന്നുമില്ലാതിരിക്കുക. ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണമെങ്കിൽ അതിനുള്ള മാർഗം അല്ലാഹുവിനോട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കലാണെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് എന്റെ യുവാക്കളെ, നിങ്ങളൊക്കെയും നന്നായി മഹബ്ബത്ത് വർദ്ധിപ്പിക്കുന്ന പ്രവണതകളിൽ, വിഷയങ്ങൾ നിങ്ങളൊക്കെയും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താറുള്ളത്. ആ മഹബ്ബത്ത് കൊണ്ടല്ലാതെ ഈ ലോകത്ത് നിലനിൽക്കുകയില്ല, നിലനിൽക്കാനും സാധ്യമല്ല. ഒരു നിലക്കുള്ള സലാമത്തും സാധ്യമല്ലെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കൂടുതലായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാ. ഇന്നലെ ഉണ്ടായ ഒരു സംഭവം, ഇന്നലെ നല്ലൊരു ക്യാൻസർ രോഗിനെ കൊണ്ടുവന്നിരുന്നു പുത്തൂര് ഭാഗത്ത്. കൂടെ കുറച്ച് ആളുകളുണ്ട്. ആ കൊണ്ടുവന്ന് കഴിഞ്ഞ് പോയി ഇതിൽ പിറകെ കൂടുതലുള്ള ഒറ്റക്ക് വിളിച്ച് പറഞ്ഞ് ഈ കൊണ്ടുവന്ന നല്ല എ ക്ലാസ് മുപ്പത്തതിയാണ്, വിദേഹത്തുകാരനാണ്. വരാനുള്ള കാരണം എന്താണ്? ഇദ്ദേഹത്തിന്റെ ഇതേ നാട്ടിൽ നിന്ന് ഇതുപോലെ മാരകമായ ക്യാൻസർ രോഗി
മദ്ഹറിന്റെ സ്വലാത്തിലേക്ക് നേർച്ചകൾ കരുതി കൊണ്ടുവരികയും വൈദ്യശാസ്ത്രം പൂർണ്ണമായും കൈയൊഴിച്ച കേസ്, വൈദ്യശാസ്ത്രം ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് വിധി എഴുതിയ കേസ്, ആ കേസുമായി വന്നു. അൽഹംദുലില്ലാഹ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹബീബിലൂടെ അല്ലാഹു തരാമെന്ന് പ്രത്യേകമായി അപ്പോൾ അറിയിക്കുകയും വാഗ്ദാനം ചെയ്യുകയും ആശിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന പ്രത്യേകമായ റഹ്മത്ത് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ആ റഹ്മത്തിന്റെ കാരണം കൊണ്ട് ആ രോഗിക്ക് ശിഫ വരികയാണ്, ഓർമ്മ വരിക, ശിഫയാവുകയാണ്. ഇത് നിഷേധിക്കാൻ പറ്റുമോ? ഇത് നിഷേധിക്കാൻ പറ്റൂലല്ലോ. ഇത് കണ്ടപ്പോൾ നല്ല വിദ്യാർത്ഥികാരനായ ആളെ പേരും അഡ്രസ്സൊക്കെ ഉണ്ട്, ഇവിടെ ഞാനത് പറയുന്നില്ല എന്നുള്ളൂ. ഫോൺ നമ്പറൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരുപാട് കേസുണ്ട്. അങ്ങനെ ഏതായിരുന്നാലും മറ്റൊരു കേസ് ഇതിന് പരിഹാരമാകണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും പോയിട്ട് പരിഹാരമുണ്ടെങ്കിൽ അല്ലാതെ എന്ന നിലക്ക് അദ്ദേഹം വരികയാ. വന്നു, സംസാരിച്ചു. ആ സംസാരിച്ചപ്പോ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാ, ഈ രോഗത്തിന് ആന്തരികമായ മാർഗത്തിലൂടെ ശിഫ നൽകാനുള്ള ഒരു മാർഗവും ഇവിടെ കാണുന്നില്ല. ഒരു പരിഹാരവും ഈ രോഗിയുടെ മുമ്പിലില്ല. വൈദ്യശാസ്ത്രം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലാണ് ഇന്നുള്ളത്. എങ്കിലും ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു തരുന്ന പ്രത്യേകമായ റഹ്മത്ത്, ആ റഹ്മത്ത് കൊണ്ട് ഏതെല്ലാം വിജയിക്കും, ഏതെല്ലാം വിജയിക്കില്ല, അതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് വാക്ക് തരാൻ പറ്റില്ല. മാറുമെന്ന് വാക്ക് തരാൻ പറ്റില്ല, മാറില്ലെന്നും പറയാൻ പറ്റിയില്ല. മാറുന്നതൊക്കെ മാറും, മാറാത്തതോ മാറാതിരിക്കും. നമുക്ക് മാറുമെന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് ആകുന്നത് ചെയ്യുന്നു എന്നതിലപ്പുറം ബാക്കി എല്ലാ സിഫയും അർഹമുർ-റഹീമായ റബ്ബിന്റെ വക്കലാണ്, റബ്ബിന്റെ അടുക്കലാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല സിഫായുടെ തീരുമാനം അവന്റെ മുമ്പിലുണ്ടെങ്കിൽ, ആ തീരുമാനം അല്ലാഹുവിന്റെ അടുക്കലുണ്ടെങ്കിൽ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു തരുന്ന പ്രത്യേകമായ റഹ്മത്ത്, ആ റഹ്മത്തിന് അല്ലാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ ആകുന്നത് ചെയ്തു തരാം. ആ സമയം അദ്ദേഹം പറയുന്നത്, അതേ, ഞങ്ങളത് ആശിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇതാശിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ മുമ്പിൽ വ്യക്തമായ അനുഭവമുണ്ട്, നിഷേധിക്കാനാവാത്ത അനുഭവം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇത് കണ്ടറിഞ്ഞതിന്റെ പേരിൽ ഇത് ആശിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ആ സഹോദരനോട് പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യുവാക്കളെ, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ബിദ്അത്തിന്റെ വിശ്വാസം ഇവിടെ പോയി. ഇത് ഒരു ബിദ്അത്തുകാരന് മാത്രമല്ല, ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെയും നമ്മുടെയൊക്കെ ഖൽബിലേക്ക് ഈമാന് ആഴ്ന്നിറങ്ങാൻ, മനസ്സറിഞ്ഞ ഈമാൻ ഉണ്ടാകാൻ, മനസ്സിൽ തട്ടിയ ഈമാൻ ഉണ്ടാകാൻ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, മുഅ്മിനീങ്ങളെ, ഇവിടെയാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് നാം വർദ്ധിപ്പിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം കൊല്ലത്തു നിന്നൊരു പാർട്ടി വന്നിട്ടുണ്ട്. അവർ ഒസങ്കടിയിൽ റൂമെടുത്ത് താമസിക്കുകയാണ്. എന്തിനാണ്? മാരകമായ ക്യാൻസർ ബാധിച്ച് വൈദ്യശാസ്ത്രത്തിന് പരിഹാരമില്ലാതെ വളരെ വിഷമിക്കുന്ന സമയത്ത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങളിലൂടെ ഇനി വല്ല രക്ഷയും കിട്ടിയെങ്കിൽ എന്ന ഒറ്റ ആശയിലാണ് ഒരു കുടുംബം ഒന്നാകെ വന്നുകൊണ്ട് ഒസങ്ങളിൽ റൂമെടുത്ത് താമസിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് പല കാരണങ്ങളുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഖാദിസിയയിലെ സ്വലാത്തിന് പോയിരുന്നു. ആ സമയത്ത് കഴിഞ്ഞ വർഷം അവിടെ പോകുമ്പോൾ
കഴിഞ്ഞ വർഷം അവിടെ പോകുമ്പോൾ 11 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ 2 കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെടുകയാണ്. എല്ലാ കാഴ്ചയും നഷ്ടപ്പെട്ട് അന്ധരായി നടക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പരീക്ഷണങ്ങളൊക്കെയും നടക്കുന്നു. അവര് വിധിയെഴുതി 1,00,000 ഒരാൾക്ക് മാത്രമുണ്ടാകുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രശ്നമാണിത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒന്നും ഇവിടെ ചെയ്യാനില്ല എന്ന് ആ കുടുംബത്തോട് പറയുകയാണ്. എന്തായിരിക്കും ആ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ. ഇങ്ങനെ എല്ലാം നിരാശപ്പെട്ട പാവപ്പെട്ട കുടുംബം കഴിഞ്ഞ വർഷം അവിടെ ചെല്ലുമ്പോൾ കാണാൻ വേണ്ടി വരികയും ഒരൽപ്പം പരനീരിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തി അല്ലാഹു പലയിടത്തും പലവിധത്തിലും പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം സഹിക്കാൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധ്യമല്ലെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സാക്ഷിയാവുക അല്ലാഹുവാണ് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ എല്ലാ വിധത്തിലും കൈപിടിച്ച് രക്ഷപ്പെടുത്താനാണ് എന്റെ ഹബീബിനെ ഞാനിതാ നിങ്ങളിലേക്ക് തന്നിരിക്കുന്നത് എന്നോ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുകയാണ്. സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്ത് വലിയ ബറക്കത്തുള്ള ആയത്താണ്. ബഹുമാനികളെ, ആ ആയത്ത് കൊണ്ട് ഓതി ഹബീബിനെ കൊണ്ട് രക്ഷപ്പെടണമെന്ന് മാത്രം നിയ്യത്ത് ചെയ്തു പരനീര് മന്ത്രിച്ചു കൊടുക്കുകയാണ്, പരനീര് ഉപയോഗിക്കുകയാണ്. ഏകദേശം 1 മാസം 2 മാസം ഉപയോഗിക്കുമ്പോൾ നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടുകയാ. ആ കാഴ്ച തിരിച്ചു കിട്ടിയ കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് വന്നിരുന്നു. ഒരാഴ്ച മുമ്പ് 10 ദിവസത്തിന് മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഖാർസിയായുടെ സലാത്തുണ്ടാകുമ്പോൾ ഈ രക്ഷിതാവ് കുട്ടിയെയും കൊണ്ട് വീണ്ടും വരികയാണ്. ഇതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മാത്രം കിട്ടിയ അനുഗ്രഹത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് കാണാനെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ ഞാൻ വിളിച്ച് സദസ്സിന് കാണിക്കുമ്പോൾ ആ പിതാവ് എഴുന്നേറ്റ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഈ കുട്ടിക്ക് മറ്റൊരു ചികിത്സയും പിന്നീട് ചെയ്തിട്ടില്ല, ഒരു മരുന്നും ഈ കുട്ടിക്ക് ഞാൻ പിന്നീട് കൊടുത്തിട്ടില്ല, പൂർണ്ണമായും പരിഹാരമില്ലെന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്രം എന്നെ കൈവിട്ട രംഗമാണ്. ഈ കുട്ടിക്ക് ഒരു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ഓതി വന്ദിച്ച സ്വലാത്ത് ചൊല്ലി ഊതിയ ഇതല്ലാത്ത മറ്റൊന്നും ഞാൻ ചെയ്തില്ല. ഇന്നെന്റെ കുട്ടിക്ക് കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടുകയാണ്. ആ സന്തോഷത്തിന്റെ ആധിക്യത്താൽ ആ കുട്ടിക്ക് ചികിത്സിച്ചിരുന്ന ഒരു ഹിന്ദു സഹോദരനായ ഡോക്ടർ ഓരോ മാസവും 1500 രൂപ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യുവാക്കളെ, ഇതാണ് പറഞ്ഞത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഇന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ അനുഗ്രഹം. ഇതാ അല്ലാഹു പറഞ്ഞത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്റെയും നിങ്ങളുടെയും നമ്മിൽ ഓരോരുത്തരുടെയും ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി മാത്രം അല്ലാഹു തന്നിരിക്കുന്ന വലിയ സമ്മാനമാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് അല്ലാഹു വളരെ വ്യക്തമായി പറഞ്ഞത് കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, മുഅ്മിനീങ്ങളെ, ആ സമ്മാനമായി വലുതായി കാണാനും സ്വീകരിക്കാനും അതറിഞ്ഞ് സ്നേഹിക്കാനും നമുക്ക് കഴിയണം. ഇങ്ങനെ ഞാൻ ഓരോന്ന് എണ്ണി പറയാൻ വേണ്ടി പുറപ്പെട്ടാൽ, ഇന്നലെ രാത്രി ഞാൻ ഉജിറയിലാണുള്ളത്. ഉജിറയിലെ പരിപാടി കഴിഞ്ഞ് വെളുത്തങ്ങാടി ഒരു വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടിലെത്തുമ്പോൾ അവിടെയുണ്ട് 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി. ആ കുട്ടിന്റെ കഥ എന്താണെന്നറിയോ നിങ്ങൾ? ഏകദേശം ആ കുട്ടിയെ ഗർഭമായി സ്കാനിംഗ് എടുത്ത് നോക്കുന്ന സമയത്ത് കുട്ടിയുടെ വളർച്ച പൂർണ്ണമല്ല. കുട്ടിയുടെ ബുദ്ധിയുടെ വളർച്ച പൂർണ്ണമല്ല, കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരാശപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും മദ്ഹറിന്റെ സ്വലാത്തിലേക്ക് നല്ല ഒരു സംഖ്യ തീർത്തുകരുതി
നല്ല ഒരു സംഖ്യ നേർച്ച കരുതി സ്ഥിരമായി സ്വലാത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാ, എല്ലാ മാസവും വെളുത്തങ്ങാടിയിൽ നിന്ന് ഒരിക്കലും വിട്ടുകളയാതെ സ്വലാത്തിന് സ്ഥിരമായി വരുന്ന കുടുംബമാ, അൽഹംദുലില്ലാഹ് പ്രസവിച്ചു നോക്കുമ്പോൾ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടെയുള്ള കുട്ടിയാ. ആ ചെറുപ്പക്കാരൻ പറയുന്നു മധുഹരന്റെ കുട്ടിയാണ്. 6 മാസക്കാലം കഴിഞ്ഞ് പ്രസവിക്കുമ്പോൾ കുട്ടി ജീവിക്കാനിടയില്ല, സാധ്യതയില്ല. ഏതാനും ദിവസങ്ങൾ മാത്രം കഴിഞ്ഞു. പ്രസവിച്ച ഈ കുട്ടി ഒരു പൂർണ്ണമായ ആരോഗ്യത്തോടെ ഒരു കുറവുമില്ലാതെ എന്ന് നല്ല പഠിച്ചു മിടുക്കരായിക്കൊണ്ടിരിക്കുന്ന ഈ കുട്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളിലൂടെ മദ്ഹറിന്റെ സ്വലാത്തിലൂടെ അല്ലാഹു തരുന്ന വരദാനമാണെന്ന് അതാ ചെറുപ്പക്കാരൻ സ്മരിക്കുകയും ഇത് എല്ലാവരോടും പറയുകയും പറയാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീകളെ, പ്രിയപ്പെട്ട യുവാക്കളെ, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനേക്കാളേറെ സ്നേഹിക്കാൻ കഴിയണം. ജീവനേക്കാളേറെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ എന്താണത്? ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിലക്ക് നമ്മൾ പ്രവർത്തിക്കാം, കൃത്യമായി നമസ്കരിക്കുക, ഇൽമിന് വേണ്ടി സേവനം ചെയ്യുക, ഇൽമ പഠിക്കുക, പഠിപ്പിക്കുക, നമ്മൾ മക്കളെ പഠിപ്പിക്കുക. ഇന്ന് ആ വഴിക്കൊന്നും ഇപ്പൊ ആരുമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പഠിക്കാനും തയ്യാറില്ല, പഠിപ്പിക്കാനും തയ്യാറില്ല. സുബ്ഹാനല്ലാഹ്. എവിടെയാണ്? പലപ്പോഴും ആലോചിച്ച് പോകാറുണ്ട്. ഇപ്പോൾ ഒരൽപ്പം ഉലമാക്കളെയും സാദാത്തുക്കളെയും സ്വാലിഹീങ്ങളായ ആളുകളെയൊക്കെ ഇപ്പോൾ കാണുന്നു, പ്രായമായി വരികയാ. ഒരു 25 കൊല്ലം അങ്ങ് കഴിയുമ്പോൾ ഇപ്പോൾ പ്രായമുള്ള കണ്ടുവരുന്ന ഉസ്താദുമാരും മുദരിസുമാരും ഒക്കെ അങ്ങ് ഈ ലോകത്തുനിന്ന് മൺമറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വളർന്നു വരുന്ന ഒരു തലമുറ, പണ്ഡിത തലമുറ ഇന്ന് എവിടെ? ഇല്ല, അസ്തമിക്കുകയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, ഇത് ലോകത്തിന്റെ നാശമാണ്, ഉറപ്പ്. ലോകത്തിന്റെ നാശമാണ്. ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല, പറയുമ്പോൾ ഇങ്ങനെ കുറേ പറഞ്ഞു പോകും. അതുകൊണ്ട് എന്റെ യുവാക്കളെ, നിങ്ങൾ ദീനിനോട് സ്നേഹമുള്ളവരാകണം, ഇൽമിനോട് സ്നേഹമുള്ളവരാകണം, ഉലമാഇനോട് സ്നേഹമുള്ളവരാകണം, ദിക്റിനോട് സ്നേഹമുള്ളവരാകണം, സ്വാലിഹീങ്ങളോട് ബന്ധമുള്ളവരാകണം, കൃത്യമായി നമസ്കരിക്കുന്നവരും നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാകണം, തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളായ കുറ്റങ്ങളിലൊക്കെയും വിട്ടുനിൽക്കുന്നവരാകണം. നിങ്ങൾ തന്നെയും നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരെയും നിങ്ങളുടെ മക്കളെയും ദീനിയായ ഇൽമിന്റെ വഴിയിലേക്ക്, ശരീഅത്തിന്റെ ഇൽമു പഠിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ആ വഴിക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയണം. അല്ലാതിരുന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും എന്ന കാര്യം ചിന്തിക്കുമ്പോൾ അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ഭയാനകമായ അവസ്ഥയാ. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെയും അവന്റെ ദീനിന്റെ മുഖ്ലിസീങ്ങളായ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മക്കെയും ആക്കി തരുമാറാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് അവന്റെ 5 മിനിറ്റ് ദുആ ചെയ്തിട്ട് പൂകാട് ബാക്കി മമ്പാട് പിന്നെ നന്നായിട്ട് പറഞ്ഞു. അതെല്ലാവരും എഴുന്നേറ്റ് വന്ന് എന്നെ കയ്യിലുള്ളത് ഇങ്ങോട്ട് തന്നാൽ അൽഹംദുലില്ലാഹ്, സ്വലാത്തും ചൊല്ലി വന്നിട്ട് കയ്യിലുള്ളത് ഇങ്ങോട്ട് തരിക ഇൻഷാ അല്ലാഹ്. അതൊന്നായിട്ട് ദ്വാരക്ക. ഇതെങ്ങനെ അങ്ങോട്ട് ഇരിക്കല്? എനിക്ക് വേണ്ട. اللهم صل على سيدنا محمد صلى الله على اللهم صل على سيد صلاتي لكل എല്ലാവരും اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. സ്ത്രീകൾ ഉണ്ടെങ്കിൽ അടുത്തേക്ക് ആർ പറഞ്ഞേക്കും. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. കൊടുത്തുണ സ്ത്രീകളുടെ അടുത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. സ്ത്രീകളെ കൊണ്ട് കഴിയുന്നത് അതിൽ നിക്ഷേപിക്കുക. സ്വലാത്ത് ചൊല്ലിട്ട് ഇൻഷാ അല്ലാഹ് മനസ്സിലെ ഉദ്ദേശങ്ങളൊക്കെ ബേജാറൊക്കെ കരുതിയിട്ട് പൂർത്തിയാകാൻ